ഉണങ്ങി വരണ്ട് കിടക്കുകയാണെങ്കിലും പാടത്തിൻ്റെ ആ ഒരു ഫീല് തന്നെയാണ് അല്ലേ. ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഇപ്പം എല്ലാം കൃഷിക്ക് പാകമാക്കി ഇട്ടേക്കുക നമ്മുടെ ബാക്ക് സൈഡിൽ കിടക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പം നല്ല ചൂട് സമയമല്ലേ, അപ്പം ചൂടായതുകൊണ്ട് നമുക്ക് ചൂടിനൊരു ശമനം കിട്ടുന്ന ഒരു പച്ചക്കറി പരിചയപ്പെട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ ഫാമിൽ കൂടെ പോയപ്പോഴത്തേക്കുമാണ് നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മൾ നോർമലി ഒക്കെ എല്ലാവരും കഴിക്കുന്നതാണ്, സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതാണ്. സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് നമ്മുടെ കുക്കുംബർ. പക്ഷേ ആ കുക്കുംബറിൻ്റെ നോർമൽ വേർഷൻ അല്ല നമ്മൾ കാണിക്കുന്നത്, ഹൈബ്രിഡ് തന്നെയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബർ. പേര് പോലെ തന്നെയാണ് സ്നോ വൈറ്റ് എന്ന് പറയുന്നത്. ഒരു ക്രീമി കളർ, വൈറ്റ് കളർ വരുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നോർമൽ കുക്കുംബർ കഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പച്ച കളറിലെ കുക്കുംബർ കഴിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ചെറിയ കയ്പും, തൊലിക്ക് കട്ടി കൂടുതലാണ്, ഒരു ചെറിയ കയ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മധുരമുണ്ട്, നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സ്നോ വൈറ്റ് കുക്കുംബർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്, കണ്ടിട്ടുള്ളവർക്ക് വേണ്ടിയല്ല. ഹൈബ്രിഡ് ഇനം കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ സ്നോ വൈറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബർ. അതിൻ്റെ കളർ പോലെ തന്നെയാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ആ പുറംതൊലിയൊക്കെ ഭയങ്കര കട്ടി കുറവാണ്, നമുക്ക് തൊലിയോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെയൊക്കെ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതിൻ്റെ ഇലയിൽ പിടിക്കുമ്പോൾ ഒരു തരിതരിപ്പുണ്ട്, ഒരു മുള്ളു പോലുള്ള ഭാഗം. നമ്മൾ ഈ എന്താണ് പറയണത്, കുമ്പളത്തിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഇത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇത് കുക്കുംബറിൻ്റെയാണ്. നമുക്ക് വള്ളിയായിട്ട് മേളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണ്ണിൽ വരാതെ നമുക്ക് അല്ലാണ്ട് പറിച്ചെടുക്കാൻ പറ്റും. മണ്ണിൽ വീണ് അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ മണ്ണിൽ വീണ് ചീഞ്ഞു പോകത്തില്ല പെട്ടെന്ന്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പടർത്തി ഇട്ടേക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് കറക്റ്റായിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. ഉണ്ടാവുന്നത് നമ്മൾ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാതെ കറക്റ്റ് സമയത്ത് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതേ മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഒരു 3 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വരെയാണ് ഇത് നമ്മൾക്ക് വിളവെടുക്കാനുള്ള ഒരു സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അത് പറിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കുക്കുംബർ കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സീഡ് കുറവായിരിക്കും, കുരു വളരെ കുറവായിരിക്കും, തൊലി ഭയങ്കരമായിട്ട് നേർത്തതായിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് തൊലിയോട് കൂടി തന്നെ ചുമ്മാ കടിച്ച് തിന്നാൻ പറ്റും. പിന്നെ അതിലുമൊക്കെ എടുത്ത് പറയേണ്ടത് നമ്മൾ സാധാരണ കുക്കുംബറിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡൻ ആയതുകൊണ്ട് തന്നെ ഇത് വികസിപ്പിച്ചെടുത്തത് അമേരിക്കയിലെ പ്രശസ്തമായ വിത്തുൽപാദന കമ്പനിയായ മോൺസാൻഡോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ പ്രോഡക്റ്റ് അല്ല എന്നുള്ളത്. കാരണം സ്നോ വൈറ്റ് അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വികസിപ്പിച്ചെടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനൊന്നും സാധാരണ ഇങ്ങനെയുള്ള പേരുകൾ കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിദേശിയായിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ഇത് നടാനായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിൽ പ്രൊഡക്ടിവിറ്റി കൂടും, കാരണം ഇഷ്ടംപോലെ നമുക്ക് കായ്കൾ ഉണ്ടായി കിട്ടും. അപ്പോൾ ഈ ഒരു ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് സാലഡ് ഉണ്ടാക്കുമോ, അതേപോലെ തന്നെ ഇപ്പോൾ കുക്കുംബർ കൊണ്ടൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെ പറ്റുന്ന സാധനമാണ്. നല്ല ടേസ്റ്റുമാണ്, ഞാൻ കഴിച്ചു നോക്കിയത്, നല്ല കിഡിലൻ ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ പിള്ളേർക്കൊക്കെ സാധാരണ നേരത്തെ മറ്റേ കുക്കുംബർ കൊണ്ടുവരുമ്പോൾ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണ് പച്ചക്കറി, അപ്പോൾ അത് കഴിക്കുമായിരുന്നു. പക്ഷേ ഇത് കൊണ്ടുവന്നാൽ പിന്നെ ഈ സാധനം മതി. ഇതിന് വേറൊരു ടേസ്റ്റാണ്, ഇച്ചിരി മധുരമൊക്കെ കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് പറയും നല്ല ക്രിസ്പിയാണ് കടിച്ച് തിന്നാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. നമുക്കിത് ഹൈബ്രിഡ് വിത്താണ് നമ്മൾ മേടിച്ച് കൃഷി ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇത് വിത്ത് പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പറിച്ചെടുത്ത് നമുക്ക് കഴിക്കാനായിട്ട്, അതായത് സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വിത്ത് പർപ്പസിനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഉണ്ടാവുന്നത് കുറേ നാൾ ഇട്ട് അത് ആ വിത്ത് പർപ്പസിന് വേണ്ടി മാത്രം ഇട്ട് എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് നട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണമേന്മ കുറയും. നമ്മൾ ഇതിലുണ്ടാവുന്ന പ്രോഡക്റ്റുകളെക്കായി നല്ലത് പുതിയൊരു ചെടി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ജ്യൂസാക്കിയോ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സാലഡ് രൂപത്തിലോ ചുമ്മാ പച്ചയ്ക്കോ കുട്ടികൾക്കോ വലിയവർക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മളൊരു വിഷവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മരുന്നുകളും അടിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ വെച്ചാലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ആയിരിക്കും നമ്മൾ മാക്സിമം കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്നോ വൈറ്റിൻ്റെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മേടിച്ച് കുറച്ചുള്ള ഏരിയകളിലാണെങ്കിലും നമ്മളൊരു പന്തൽ പോലെ കയറ്റി വിട്ടാൽ നമുക്ക് നിറയെ ആവശ്യത്തിനുള്ള കുക്കുംബർ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ പോകുമ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇങ്ങനെ വിത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മേടിച്ച് കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ആ ടേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്നോ വൈറ്റ് കുക്കുംബർ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.